ചെയ്ത ചില ആളുകൾക്ക് ഇരട്ട വർഷങ്ങളിലൊക്കെ ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വർഷവും തെറ്റാണ്, എന്നാലും ഞാൻ വെറുതെ ആലോചിക്കുകയാണ്. ന്യൂമറോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ന്യൂമറോളജി എന്ന് വെച്ച് കഴിഞ്ഞാല് അതങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്. അതിന് നിങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ അത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ജനനം, ഡേറ്റ്, ആ സംഖ്യ പ്ലസ് മറ്റേ മാസം പ്ലസ് വർഷം, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സംഖ്യയോട്ട് വരും. എന്നിട്ട് ആ സംഖ്യക്ക് ഒരു ചൈനീസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് വെച്ചിട്ടാണ് ചില കാര്യങ്ങൾക്ക് പിന്നീട് ചില ആൾക്കാരൊക്കെ പേരൊക്കെ ഇടുമ്പോൾ അങ്ങനെയൊക്കെ അതിൽ വിശ്വസിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളൊന്നും വെറുതെ ആലോചിച്ചു നോക്കും, ഒറ്റ വർഷങ്ങളിലായിരുന്നോ ഇരട്ട വർഷങ്ങളായിരുന്നോ നിങ്ങൾക്ക് കൂടുതൽ ജീവിത വിജയം നേടാൻ പറ്റിയതെന്ന് ആലോചിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, അപ്പൊ നോ പ്രോബ്ലം. അപ്പൊ 2026 നിങ്ങൾക്ക് വളരെ ശുഭകരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ആശ. ഓക്കെ ആശ, ആസ് ഇറ്റ് വാസ് വെരി വെൽ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് യെസ്, മെർലിൻ. യെസ്. Yes, sir. How are you? Fine, sir. How was your Christmas celebration? Christmas celebration is very super. Super. I make crib. Yes. അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ്, ആ ക്രിസ്മസ് സെലിബ്രേഷൻ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു പറയും. ഐ ഗോട്ട് അപ്പ് എന്ന് വിളിച്ച് തുടങ്ങിക്കോളൂ. I got up 6 o'clock. Yes. Then I go to church. Yes. And pray. Yes. After I ate breakfast. Yes. Then I will. Breakfast items ഒക്കെ പറയാട്ടോ, no problem. Breakfast items, put and banana. Yes. Then I did prepare Christmas tree and yes. crib. After I cleaned my house. Yes. Evening. Then I ate lunch. Yes. After go to Carol. Yes. Every houses. Yes. Ate cake. Yes. Different type of cakes eat. Yes. Then അതുള്ളൂ അല്ലേ? Yes. Yes, sir. Yes, very good, very good. ഇതേ മനസ്സിൽ വിചാരിക്കാതെ നിങ്ങൾ പറയുന്നതാണ്. യെസ്, അത് പുൽക്കൂടാണ് ശനിമോളെ. ഇതിന്റെ അകത്ത് മെർലിൻ വാചകം പറഞ്ഞു, ഐ ഡെക്കറേറ്റഡ് ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞു. ക്രിസ്മസ് ട്രീന് പിന്നീട് ഒരു ഹിസ്റ്ററി ഉണ്ട്. പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്രിസ്മസ് ട്രീ, ഇപ്പൊ നമ്മളിപ്പോ ക്രിസ്മസിന്റെ ഒക്കെ പുൽക്കൂടുണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീ വെക്കും, മരകയറ്റാൻ ഇരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളിപ്പോ ക്രിസ്മസിന്റെ ട്രീ ഉണ്ടാക്കുന്നതിനകത്ത് ഇങ്ങനെ നക്ഷത്രങ്ങളോ ചെറിയ നക്ഷത്രങ്ങളോ മണികളോ മുത്തുകളോ മാലകളോ ലൈറ്റുകളോ മൊത്തം. പക്ഷെ ഇതിന് പിന്നില് വർഷങ്ങൾ നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ അതിന് പിന്നിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. അവിടെ പറയുന്നത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമായിരുന്നു, പക്ഷെ അത് വീടുകളിലല്ല, പബ്ലിക് പ്ലേസിലാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് ട്രീ പബ്ലിക് പ്ലേസുകളിലാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. എന്നിട്ട് അതിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിടുന്നത് ചെറിയ നക്ഷത്രങ്ങളോ മണികളോ അല്ല, കുറെ പാക്കറ്റുകളാണ്. ആ പാക്കറ്റുകളിൽ ഭക്ഷണങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളായിരിക്കും. അത് ക്രിസ്മസിന്റെ സമയത്ത് പൈസ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവർക്ക് ഇതിൽ നിന്ന്
2, 3, 4 തൂങ്ങിക്കിടക്കുന്ന ഈ ഇത് കൊണ്ടുപോകും. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററിയാണ് ഉള്ളത്. പക്ഷെ അതിപ്പോ പിന്നെ നിങ്ങൾ മാറി മാറി വന്നു കഴിയുമ്പോൾ ഇങ്ങനെയായിരുന്നു. യെസ്. അപ്പൊ പണ്ട് കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് ട്രീ ഇറ്റ് വാസ് എറക്റ്റഡ് ഇൻ പബ്ലിക് പ്ലേസസ്. യെസ്. ഞാനിവിടെ നല്ല ഞാൻ ക്രിസ്മസ് ട്രീ എന്നൊരു പേര് പറഞ്ഞതുകൊണ്ട് സൂചിപ്പിച്ച. യെസ്. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും വരാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ 2026 എന്ന് പറയുന്ന വർഷം നമ്മുടെ പടിവാങ്ങൽ എത്തി നിൽക്കുമ്പോൾ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്കുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. പല കാര്യങ്ങൾ ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് പോലെ ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു സബ്ജക്റ്റും വിൽ അല്ലെങ്കിൽ ഷാലും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അത് കാണിക്കുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. ദാറ്റ് ഈസ് ടു ബി ഹാപ്പൻഡ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ സംഭവിക്കുന്നത്. യെസ്. അപ്പോ നമ്മളതിന് പറഞ്ഞത് ഞാൻ പോകും, ഞാൻ വരും, നിങ്ങൾ പഠിക്കും, നിങ്ങൾ പഠിപ്പിക്കും, ഞാൻ ഉറങ്ങും. അപ്പൊ അങ്ങനെ ഭാവിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കായി അതിനെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതേ സിമ്പിൾ ഫ്യൂച്ചറിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കൺസിഡർ ചെയ്യും. നെഗറ്റീവ് വാചകം. അപ്പൊ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സിമ്പിൾ ഫ്യൂച്ചറിൽ എഴുതുന്ന വാചകത്തിന്റെ ഉള്ളിലേക്ക് ഒരു നോട്ട് എന്നുകൂടി ചേർത്താൽ മതി. NOT, നോട്ട്. ഓക്സിലറി വെർബായിട്ടുള്ള വില്ലോ ഷാലോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തുകൂടി ചേർക്കുന്നു? ഒരു നോട്ട് എന്നുകൂടി ചേർക്കുന്നു. അപ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അപ്പോൾ അത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ നെഗറ്റീവ് വാചകമായിട്ട് മാറും. അപ്പൊ എന്ത് വരും അതിന്റെ അർത്ഥം എന്ന് നമുക്ക് പറയാം. ഞാൻ വരില്ല. പറഞ്ഞോളൂ ഹരിത. വില്ല് ഷോളും പിന്നെന്താ വരുന്നത് അതിന്റെ കൂടെ? നോട്ട്. NOT. നോട്ട് എന്ന് ചേർത്ത് നോട്ട്. NOT നോട്ട്. അപ്പോ നമുക്ക് പറയാം ഞാൻ വരില്ല. അപ്പോ നമുക്ക് പറയാം ഐ വിൽ നോട്ട് കം. നിങ്ങൾ ഉറങ്ങില്ല. യു വിൽ നോട്ട് സ്ലീപ്. ഐ വിൽ നോട്ട് ടേക്ക്. ഞാൻ എടുക്കില്ല. ഐ വിൽ നോട്ട് സ്റ്റഡി. ഞാൻ പഠിക്കില്ല. ഇത് നമ്മൾ പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിൽ വരുന്ന നെഗറ്റീവ് വാചകമാണ്. ഇതിനു മുമ്പ് നമ്മൾ 2 നെഗറ്റീവ് വാചകങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ പ്രസന്റിലും പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് വരണം, സിമ്പിൾ പാസ്റ്റിലും പഠിച്ചിട്ടുണ്ട്. ആ അർത്ഥവും ഈ അർത്ഥവും തമ്മിൽ മാറിപ്പോകണം. എക്സാമ്പിൾ പറയാം. വിൽ നോട്ട് ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കില്ല. എടുക്കില്ല. സിമ്പിൾ പാസ്റ്റിൽ നെഗറ്റീവ് പഠിച്ചത് എടുത്തിട്ടില്ല. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ നോക്കിയത് എടുക്കാറില്ല. മാറിപ്പോ വരുന്നത്. സിമ്പിൾ പ്രസന്റിൽ നെഗറ്റീവ് വരുമ്പോ എടുക്കാറില്ല. സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോ എടുത്തിട്ടില്ല. സിമ്പിൾ ഫ്യൂച്ചറിൽ വരുമ്പോ എടുക്കില്ല. മാറിപ്പോകരുത് എന്ന് ഒരിക്കലും കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. 3 നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ 2 ടെൻസ് പറഞ്ഞപ്പോഴും അതിൻ്റെ അകത്ത് നമ്മൾ നെഗറ്റീവ് വാചകം പറഞ്ഞതാണ്. അപ്പൊ അത് തന്നെയുള്ള പെട്ടെന്ന് എടുക്കില്ല അത് നമ്മൾ എല്ലാം ഒന്നാകും വിചാരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഒന്ന് എടുക്കാറില്ല, അത് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പാസ്റ്റില് എടുത്തിട്ടില്ല. സിമ്പിൾ ഫ്യൂച്ചറിൽ എടുക്കില്ല. ഓടാറില്ല, ഓടിയിട്ടില്ല, ഓടില്ല. ഉറങ്ങാറില്ല, ഉറങ്ങിയിട്ടില്ല, ഉറങ്ങില്ല. ഭാവിയിൽ നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളെയാണ് സിമ്പിൾ ഫ്യൂച്ചറിലെ നെഗറ്റീവ് വാചകം എന്ന് നമ്മൾ പറയുന്നത്. സിമ്പിൾ ഫ്യൂച്ചറിലെ നെഗറ്റീവ് വാചകം. ഐ വിൽ നോട്ട് കൺസിഡർ യു. ഞാൻ നിന്നെ പരിഗണിക്കില്ല. ഇത് പരിഗണിക്കില്ല. ഭാവിയിൽ പരിഗണിക്കേണ്ടതാണ്, അത് പരിഗണിക്കില്ല. ഐ വിൽ നോട്ട് ഈറ്റ് ചിക്കൻ ബിരിയാണി. ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കില്ല. യെസ്. അപ്പൊ കഴിച്ചിട്ടില്ലെന്നോ കഴിക്കാറില്ലെന്നോ അല്ല, കഴിക്കില്ല. കഴിക്കാറില്ല എന്നാണെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് വന്നത്. കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഡിഡ് നോട്ട് വന്നത്. കഴിക്കില്ല എന്നതുകൊണ്ടാണ് വിൽ നോട്ട് വരുന്നത്. കഴിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് വിൽ നോട്ട് വരുന്നത്. അത് മാറിപ്പോകരുത് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. യെസ്. ഇനി
നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. നിങ്ങളുടെ ജീവിതം യെസ് പറഞ്ഞോളൂ കരുതുക. സാർ, ഐ വിൽ നോട്ട് കുക്കിംഗ് പായസം എന്ന് പറഞ്ഞാൽ ഞാൻ പായസം വയ്ക്കത്തില്ലെന്നല്ലേ, അതോ വയ്ക്കാറില്ലെന്നാണോ? അല്ല അല്ല, അതിന്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ING ഇല്ലേ, അത് കളയണം. അല്ല, ഐ വിൽ നോട്ട് കുക്ക് എന്ന് വരും അന്നേരം. ഐ വിൽ നോട്ട് കുക്ക് എന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഭർത്താവ് പറയണം പോയി പായസം വെക്കുന്ന പറയുന്നത് ഉറപ്പായിട്ടും ഐ വിൽ നോട്ട് കുക്ക് പായസം. അപ്പൊ അതുപോലെ ഞാൻ പായസം വെക്കില്ലെന്നാണ്. ഭർത്താവ് പറയുമ്പോ അനിത പറയുകയാണ് ഐ ഡു നോട്ട് കുക്ക് പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പായസം വെക്കാറില്ല. അതാണ്. മറ്റത് വില്ലോട്ട് ഞാൻ വെക്കില്ല, എനിക്കറിയാം, പക്ഷെ ഞാൻ വെക്കില്ല, ഞാൻ ചെയ്യൂല. യെസ്. അപ്പൊ ഏത് ടോണിലാണോ പറയുന്നത് ആ ടോൺ അനുസരിച്ചുള്ള സംഗതി ഉപയോഗിച്ചോളൂ. ഓക്കെ, റെഡി? ഇനി നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ച കാര്യങ്ങൾ. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ വിൽ നോട്ട് കോറൽ വിത്ത് മൈ മദർ ഇൻ ലോ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ലാസ്റ്റ് വഴക്കിട്ടതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് മുറിയിൽ വന്ന് തീരുമാനിച്ചു ഇനി ഞാൻ അമ്മയുമായിട്ട് വഴക്കിടില്ല. യെസ്, അതുപോലെ നമുക്ക് പറയാം ഐ വിൽ നോട്ട് കോറൽ. അതിനൊക്കെ ആ മദർ ഇൻ ലോ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേറെ എന്ത് ചെയ്യാം? ഐ വിൽ നോട്ട് കോറൽ വിത്ത് മൈ ഹസ്ബൻഡ്. ഞാൻ എന്റെ ഭർത്താവുമായിട്ട് എന്ത് ചെയ്യില്ല, വഴക്കിടില്ല. വഴക്കിടാറില്ലെന്നോ വഴക്കിട്ടിട്ടില്ലെന്നോ അല്ല, വഴക്കിടില്ല. ഭാവിയിലേക്കാണ് അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് ഐ വിൽ നോട്ട് ബീറ്റ് മൈ ചിൽഡ്രൻ. എന്റെ കുട്ടികളെ ഞാൻ തല്ലില്ല. തല്ലാറില്ലെന്നോ തല്ലിയിട്ടില്ലെന്നോ അല്ല, ഇത് തീരുമാനം. ഇനി തല്ലില്ല. ഐ വിൽ നോട്ട് ബീറ്റ് മൈ ചിൽഡ്രൻ. യെസ്, ഐ വിൽ നോട്ട് പ്രിപ്പയർ വെജിറ്റബിൾ ബിരിയാണി. വെജിറ്റബിൾ ബിരിയാണി ഞാൻ പ്രിപ്പയർ ചെയ്യില്ല. ഇനി 2026 വരെയാണ്. 2025 നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു മിസ്റ്റർ എക്സുമായിട്ട്. നമുക്ക് 2025 ആ മിസ്റ്റർ എക്സിന്റെ സ്വഭാവം മനസ്സിലായത് കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഐ വിൽ നോട്ട് കണ്ടിന്യൂ ദ റിലേഷൻഷിപ്പ് വിത്ത് മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ കണ്ടിന്യൂ ചെയ്യില്ല. യെസ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ആ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു 5 എണ്ണം സെലക്ട് ചെയ്യും. യെസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഐ വിൽ നോട്ട് ബീറ്റ് മൈ ചിൽഡ്രൻ, ഐ വിൽ നോട്ട് കുക്ക് വെജിറ്റബിൾ ബിരിയാണി, ഐ വിൽ നോട്ട് കോറൽ വിത്ത് മൈ ഹസ്ബൻഡ്, ഐ വിൽ നോട്ട് ക്ലീൻ റൂം. ഞാൻ മുറി വൃത്തിയാക്കില്ല. യെസ്, കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനിച്ചിട്ടില്ലേ. നിങ്ങൾക്ക് ഒരു പക്ഷേ പറയാം ഐ വിൽ നോട്ട് യൂസ് ആൽക്കഹോൾ. ഞാൻ മദ്യം ഉപയോഗിക്കില്ല. യെസ്. വേറെയും പറയാം ഐ വിൽ നോട്ട് ലെറ്റ് അനുവദിക്കുക. അപ്പൊ ഐ വിൽ നോട്ട് ലെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അനുവദിക്കില്ല. ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ. യെസ്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭർത്താവിനോട് പറയാം ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ. നിങ്ങളെ ഞാൻ പോകാൻ സമ്മതിക്കില്ല. ഐ വിൽ നോട്ട് ലെറ്റ്, ഞാൻ അനുവദിക്കില്ല. നിങ്ങളെ ഗോ ഫോർവേഡ്. ഐ വിൽ നോട്ട് ലെറ്റ് യു ഈറ്റ്. നിങ്ങളെ ഞാൻ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. ആണ് ആ ഗോ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് വേറെ വാക്ക് ചേർത്തതായി. ഐ വിൽ നോട്ട് ലെറ്റ് യു ടേക്ക്. നിങ്ങൾ അത് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആൻഡ് ഐ വിൽ നോട്ട് ലെറ്റ്, അനുവദിക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് ശേഷം എന്താണ് പറയും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. നോക്കി അനിത റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ വിളിക്കാനിത. യെസ്, 5 ഐറ്റംസ്. അതായത് നിങ്ങൾ ചെയ്യുന്ന തീരുമാനം. നിങ്ങൾക്ക് പറയാം ഐ വിൽ നോട്ട് സ്മോക്ക്, ഞാൻ പുക വലിക്കില്ല. നിങ്ങളെ തീരുമാനം എടുത്ത് വെച്ചേക്കുന്നു. യെസ്, നേരത്തെ വലിച്ചിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾ 2026 മുതൽ തീരുമാനിക്കും ഞാൻ വലിക്കില്ല. ഐ ഡു നോട്ട് സ്മോക്ക് എന്ന് പറഞ്ഞ് ഞാൻ വലിക്കാറില്ല. ഐ ഡിഡ് നോട്ട് സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വലിച്ചിട്ടില്ല, ഇതുവരെ വലിച്ചിട്ടില്ല. യെസ്. മറ്റേത് ഐ വിൽ നോട്ട് സ്മോക്ക്, അതിനകത്ത് എന്താണ്, ഞാൻ വലിക്കില്ല. യെസ്, ഐ വിൽ നോട്ട് സ്മോക്ക് ഫ്രം 2026. 2026 മുതൽ ഞാൻ പുക വലിക്കില്ല. യെസ്.
അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനത്തിലെത്താം. നിങ്ങളൊന്ന് ആലോചിക്കുക. ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനത്തിലെത്തുന്നു. 5 ഐറ്റംസ്. അപ്പൊ ഷാനി റെഡിയാണ്, ഹരിത റെഡിയാണ്. യെസ്. അപ്പൊ നമുക്ക് ആശ റെഡിയാണ്. റെഡി ആയിട്ടുള്ള ആളുകളുടെ വൻ നിരയാണ്. ഹരിത റെഡിയാണ്. യെസ്. ഓരോരുത്തരും റെഡിയാവാം. 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതാണ്. അഫ്താബ് റെഡിയാണ്. യെസ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള 5 ഐറ്റംസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആശ റെഡിയാണ്. ഓക്കെ ഓക്കെ. സാറേ, ഐ വിൽ നോട്ട് യൂസ് ബാഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാറില്ലെന്നാണോ അതോ ഇനി ചെയ്യത്തില്ല എന്നാണോ? ഞാൻ ചെയ്യില്ല എന്നാണ്. ചെയ്യില്ല എന്നുള്ളതല്ലേ? ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഡിഡ് നോട്ട്. ഐ വിൽ ഡിഡ് നോട്ട്. അല്ലല്ല, 3 ടെൻസ് ഒറ്റ വിട്ട്. അതായത് 3 ടെൻസ് ആണ്. ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. അത് എവിടെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഡസ് നോട്ട്, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഡു നോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്യൂച്ചറിൽ വരുമ്പോൾ വിൽ നോട്ട്. അപ്പൊ ഞാൻ ഒറ്റ വാക്കെടുത്തിട്ട് 3ന്റെ അർത്ഥം പറയാം. അപ്പൊ ഈറ്റ് തിന്നുക. ഡു നോട്ട് ഈറ്റ് എന്നാണെങ്കിൽ തിന്നാറില്ല. ഡിഡ് നോട്ട് ഈറ്റ് എന്നാണെങ്കിൽ തിന്നിട്ടില്ല. വിൽ നോട്ട് ഈറ്റ് എന്നാണെങ്കിൽ തിന്നില്ല. കണ്ടോ? തിന്നാറില്ല, തിന്നിട്ടില്ല, തിന്നില്ല. ഇനി സ്ലീപ്പ്, ഉറങ്ങുക. ഡു നോട്ട് സ്ലീപ്പ്, ഉറങ്ങാറില്ല. ഡിഡ് നോട്ട് സ്ലീപ്പ്, ഉറങ്ങിയിട്ടില്ല. വിൽ നോട്ട് സ്ലീപ്പ്, ഉറങ്ങില്ല. അതാണ് വ്യത്യാസം. ഒന്ന് പതിവിനെ സൂചിപ്പിക്കുന്നത്, ഒന്ന് കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കുന്നത്, ഒന്ന് വരാൻ പോകുന്നതിനെ സൂചിപ്പിക്കുന്നത്. പറയാം. ആദ്യത്തേത് പതിവ്, രണ്ടാമത്തേത് കഴിഞ്ഞു പോയത്, മൂന്നാമത്തേത് ഭാവിയുള്ളത്. പതിവിനെ സൂചിപ്പിക്കുന്നത് സിമ്പിൾ പ്രസന്റ്, കഴിഞ്ഞു പോയത് സിമ്പിൾ പാസ്റ്റ്, വരാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. ആ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആശ കണ്ടിന്യൂ പറഞ്ഞോളൂ. ഞാൻ ഡൗട്ട് ചോദിച്ചായിരുന്നു. എന്നാലും പറഞ്ഞോളൂ, നോ പ്രോബ്ലം. സംശയങ്ങൾ ചോദിച്ചോളൂ. യെസ്. സംശയം നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് സംശയം തോന്നുന്നത്. യെസ്. പറഞ്ഞത് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ചിന്തിക്കാൻ വേണ്ട. ഐ വിൽ നോട്ട് ചീറ്റ് എനിവൺ. I will not cheat anyone. ഞാൻ ആരെയും വഞ്ചിക്കില്ല. അത് അപ്രീസിയേഷൻ അങ്ങനെ തീരുമാനമില്ല. മനസ്സിലായി? ഞാൻ വഞ്ചിക്കപ്പെട്ടത്, ഞാൻ ആരെയും വഞ്ചിക്കില്ല. അതുപോലെ ഐ വിൽ നോട്ട് ചീറ്റ്. കറക്റ്റ്. ഞാൻ വഞ്ചിക്കില്ല. ഐ വിൽ നോട്ട് ചീറ്റ് എനിവൺ. ഞാൻ ആരെയും വഞ്ചിക്കില്ല. കണ്ടിന്യൂ ഭാഷ. ഐ വിൽ നോട്ട് കുക്ക് ടുമാറോ. ഐ വിൽ നോട്ട് കുക്ക് ടുമാറോ. നാളെ ഞാൻ ഭക്ഷണം പാകം ചെയ്യില്ല. യെസ്. അത് ഇന്ന് തന്നെ പിന്നോട് പറയാണ്. ടുമാറോ ഐ വിൽ നോട്ട് കുക്ക്. നാളെ ഞാൻ I will not go to church tomorrow. I will not go to church tomorrow. Correct. നാളെ ഞാൻ പള്ളിയിൽ പോയില്ല. Correct. നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുക്കൂ. I will not beat my daughter. I will not beat my daughter. മോളോട് ചോദിക്കണം. അതൊക്കെ വെറുതെ പറയുന്നതാണ് സാറേ, എന്നെ തല്ലാണെന്ന് തോന്നിയത്. I will not beat my daughter. ഞാൻ എന്റെ മകളെ തല്ലാറില്ല. യെസ്. അല്ല, തല്ലില്ല. പിന്നെ ഞാൻ ഐ വിൽ നോട്ട് യൂസ് ബാഡ് വേർഡ്സ് എന്നായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞില്ലേ അത് I will not use bad words. ഉപയോഗിക്കാറില്ല. അപ്പൊ I do not. I do not bad words. Yes. Okay. Thank you, sir. Okay, welcome. പിടികിട്ടിയല്ല. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. 3നും 3 അർത്ഥമാണ്. എടുക്കാറില്ല, എടുത്തിട്ടില്ല, എടുക്കില്ല. യെസ്. ഇനി ഹരിത പറഞ്ഞോളൂ. ഡൗട്ട് ചോദിച്ചോട്ടെ. ഐ വിൽ നോട്ട് ബീറ്റ് ഇൻ മൈ ചിൽഡ്രൻ ആണോ അതോ ഇൻ ചിൽഡ്രൻ ആണോ? ഐ വിൽ നോട്ട്
I will not beat children എന്നാണോ my children എന്നാണോ പറയുന്നത് ചേർക്കുമ്പോ? ബീറ്റ് മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ചിൽഡ്രൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ ഹരിതൻ സ്കൂളിൽ പഠിപ്പിക്കുകയും വിചാരിക്കും. അപ്പൊ ഹരിതൻ കുട്ടികളല്ലല്ലോ. അല്ല. യെസ്. അപ്പൊ അവിടെ മൈ കളയാം. അപ്പൊ ടീച്ചറാണ്. ഐ വിൽ നോട്ട് ബീറ്റ് ചിൽഡ്രൻ. ഞാൻ കുട്ടികളെ അടിക്കില്ല. അപ്പൊ ഹരിത ഏത് ക്ലാസ്സിൽ പോയാലും അടിക്കില്ല. നേരെ മറിച്ച് മറ്റാണ് പറയുന്നത്, ഐ വിൽ നോട്ട് ബീറ്റ് മൈ ചിൽഡ്രൻ. എന്റെ കുട്ടികളെ ഞാൻ അടിക്കില്ല. വേറെ കുട്ടികളെ ഞാൻ ചിലപ്പോൾ തല്ലുന്നില്ല. യെസ്. അപ്പൊ എന്താണോ ഹൈദ ഉദ്ദേശിച്ചത് അതുപോലെ പറയാം. പറയട്ടെ. I will not sleep yesterday. I will not sleep yesterday. നോക്കാം. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നോക്കാം, കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഐ വിൽ നോട്ട് സ്ലീപ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഞാൻ ആ യെസ്റ്റർഡേ ഒന്ന് കളയും. ഐ വിൽ നോട്ട് സ്ലീപ്, ഞാൻ ഉറങ്ങില്ല. എല്ലാവരും കൂടി എന്താ പറയണേ? ഞാൻ ഉറങ്ങില്ല. ഇന്നലെ ഞാൻ ഉറങ്ങില്ല എന്ന് പറയില്ല, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ശരിയാകണമെന്നുണ്ടെങ്കിൽ ആ യെസ്റ്റർഡേ എന്നുള്ളത് മാറ്റിയിട്ട് ടുമാറോ എന്നാണ്. അപ്പൊ ശരിയായി എന്ന് പറഞ്ഞപ്പോ ഐ വിൽ നോട്ട് സ്ലീപ് ടുമാറോ. നാളെ ഞാൻ ഉറങ്ങില്ല. അപ്പോഴല്ലേ ഒരു ഭംഗി വരുള്ളൂ. അത് ശ്രദ്ധിച്ചോ. എപ്പോഴും ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ പറയാം. കഴിഞ്ഞു പോയതാണെങ്കിൽ ഡിഡ് നോട്ടേ വരുള്ളൂ. അവിടെ ഇപ്പൊ ആ യെസ്റ്റർഡേ എന്നുള്ള വാക്ക് ശരിയാവും. എങ്ങനെ പറയാമെങ്കിൽ അത് ഐ ഡിഡ് നോട്ട് സ്ലീപ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ കറക്റ്റാണ്. രാവിലെ ഹൈഡ്രേക്ക് വരുമ്പോ വേണമെങ്കിൽ ഹൈഡ്രേക്ക് പറയാം, ഫാമിലി മെമ്പേഴ്സ് ഇന്നലെ ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഐ ഡിഡ് നോട്ട് സ്ലീപ് യെസ്റ്റർഡേ. ഞാൻ ഉറങ്ങിയിട്ടില്ല. കണ്ട, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നൊരു ദിവസവും ഉണ്ടായില്ല. നാളെ ഉറങ്ങില്ല എന്നാണെങ്കിൽ, നാളെ പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ട്, നാളെ ഉറങ്ങില്ല എന്നെങ്കിൽ ഐ വിൽ നോട്ട്. ഓക്കെ, കണ്ടിന്യൂ. I will not cook payasam. I will not cook payasam. Yes, I will not cook payasam. Correct ആണ്. I will not play the children. I will not play the children. Not play children. ആ play in children, ആ ചിൽഡ്രന്റെ മുമ്പിൽ ഒരു വിത്ത് കൂടി ചേർത്താൽ കറക്റ്റ് ആയി. I will not play with children. കുട്ടികളോടൊപ്പം. ആ ഒപ്പം എന്നുള്ള പേരല്ലേ, അതിനാണ് നമ്മൾ വിത്ത് കൂടി ചേർത്തത്. കുട്ടികളോടൊപ്പം ഞാൻ കളിക്കില്ല. വേണ്ടല്ലേ, വിത്ത് ചിൽഡ്രൻ മതി. അടുത്ത ഐ വിൽ നോട്ട് വാച്ച് ദ ടി വി. ഐ വിൽ നോട്ട് വാച്ച് ദ ടി വി. കറക്റ്റ് ആണ്. ഐ വിൽ നോട്ട് വാച്ച് ടി വി. ഐ വിൽ നോട്ട് പ്രിപ്പയർ ദ ബിരിയാണി. ഐ വിൽ നോട്ട് പ്രിപ്പയർ ബിരിയാണി. യെസ്. ഐ വിൽ നോട്ട് ക്ലീൻ ദ റൂം ഈവനിങ്. ഐ വിൽ നോട്ട് ക്ലീൻ ദ റൂം ഈവനിങ്. യെസ്. ഐ വിൽ നോട്ട് ക്ലീൻ ദ റൂം ഇൻ ദ ഈവനിങ്. യെസ്. I will not wash in dress. I will not wash in dress. I will not wash. I will not wash dress. Okay, correct. I will not eat in ice cream. I will not eat in ice cream. Correct. I will not call in grandfather. I will not call in grandfather. I will not call grandfather. Yes, correct. Okay, sir. Enough. Very good. Okay, Aida. അഞ്ചെന്ന് പറഞ്ഞിട്ട് പറയൂ. തസ്നി, ആർ യു റെഡി? നാൻസി പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ നാൻസി. ഇപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ പിടി കിട്ടി കാണുമല്ലോ. യെസ്, അതിൽ നിന്ന് പോന്നോളൂ. യെസ്, പറഞ്ഞോളൂ നാൻസി. I will not eat out tonight. Yes. I will not go to the market tomorrow. Yes. I will not tell anyone your secret. Yes. I will not agree with your decision. I will not agree with your decision. Yes. I will not watch the serial tonight. Yes. 5, sir. Enough. Okay, very good. Okay. Yes. Shani, പറഞ്ഞോളൂ Shani. Yes. Yes, sir. Yes, continue. Because of the high rate of gold, I will not buy that. Yes, very good. Okay. I will not 1,02,000 ആയില്ലേ? Yes. Yes. Okay. Next point. I will not wear modern dress. Yes. I will not consume junk food. Yes, ഞാൻ വിചാരിച്ചിട്ട് ആദ്യം പറയുന്നില്ല, ജങ്ക് ഫുഡ് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, മനസ്സറിഞ്ഞ പോലെ ഷാനി പറഞ്ഞു. ഓക്കെ. യെസ്.
I will not watch serial I will on not watch serial. Okay. okay. Uh, yeah, I will not take others' problems on me. Yes. മറ്റുള്ള പ്രശ്നങ്ങൾ തങ്ങളുടെ വലിച്ചു വെക്കാറില്ല അല്ലേ? വെരി ഗുഡ്. I will not take others problems. Okay. Okay, അങ്ങനെ വെറൈറ്റി പിടിച്ചോളൂ. Yes. uh, that's okay. That is all. Very good, very good, very good. Okay, okay, okay. ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് 2026 ഒന്ന് നോക്കൂ. നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള കുറെ തീരുമാനങ്ങളില്ലേ? കലണ്ടറ മാറും, ഞാൻ മാറില്ല എന്നുള്ള തീരുമാനമല്ല. ഞാനും മാറാൻ തീരുമാനിച്ചു. ചിലത് ഞാൻ വേണമെന്ന് വെക്കാൻ തീരുമാനിച്ചു. ആ ഓക്കെ ഓക്കെ ഷാനി താസ്നി യെസ്. അപ്പൊ നന്ദിനി പറഞ്ഞോളൂ. നന്ദിനി പറഞ്ഞോളൂ. നന്ദിനി Sir, good afternoon, sir. പറഞ്ഞോളൂ. I will not go for unwanted talks. യെസ്. I will not be able to see my sister from tomorrow as she is going abroad. Yes, okay. I will not see my sister. Okay. My father will not go for work from next year as he is getting retired. Yes, okay. I will not use sugar from next year. Yes. I will not fight with my brother. I will not fight with my brother. Yes, okay. I will not sleep in the afternoon. Yes, I will not sleep in the afternoon. I will not go to my cousin's house. Okay. I will not be able to attend the class tomorrow. Yes, I will not be able to attend the class tomorrow. Correct. I will not hit my kids from today onwards. I will not hit my kids to the onwards. Okay, 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 okay. Very good. That's all, sir. Yes, sir. Very good, very good. Okay. Yes. അങ്ങനെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പറയൂ. യെസ്. നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. യെസ്. ഇനി ആരാണ് അടുത്ത് വരുന്നത്? Hi, sir. Good afternoon. Okay, Prasida, you continue. Okay. I will not believe strangers. I will not. Believe strangers. Yes. Top will not എന്നുള്ള വേർഡ് പിടികിട്ടിയില്ല. I will not believe strangers. ഓക്കെ ഓക്കെ ബിലീവ് ഉണ്ടല്ലേ. യെസ് ഓക്കെ ഓക്കെ. അപരിചിതരെ ഞാൻ വിശ്വസിക്കില്ല. വെരി ഗുഡ് വെരി ഗുഡ്. I will not fight in anybody. യെസ് ഓക്കെ. I will not go to India in next year. യെസ്. I will not back down my goals. യെസ്. I will not call every day my friends. യെസ്. ഓക്കെ. That's all, sir. ഹരിതര പുത്രിയാണോ? യെസ് ഓക്കെ 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 ഓക്കെ. പ്രസീത വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി അടുത്തതാരാണ്? Who is coming next? Sir, Okay, Sweda. Control, Sweda. I will not interest the daily job. Yes. I shall not allow to destroy my garden. Very good, very good, very good. I will not take fault decision. Yes. I shall not buy dark shade dresses. Yes. I will not catch the ball. Yes. That's all, sir. Very good, very good. Okay, okay. Standard exam Sweda പറഞ്ഞത്. Very good, very good, very good, very good. ഇനി വരുന്നത് ഒരാൾ കൂടി പോരാന്ന് എഴുതി തന്നെയല്ലോ. യെസ്. ശരണ്യ ടൈപ്പ് ചെയ്തോളൂ. അപ്പൊ ശരണ്യ ടൈപ്പ്. ശരണ്യയിൽ നിന്ന് ഞങ്ങൾ സംതിങ് ഡിഫറെന്റ് പ്രതീക്ഷിക്കുന്നു. യെസ്. ശരണ്യ ടൈപ്പ് ചെയ്തോളൂ. അപ്പോ ഐ വിൽ നോട്ട് ട്രസ്റ്റ് എനിവൺ. ശരണ്യയുടെ ആദ്യത്തെ ഡയലോഗാണ്. ഞാൻ ആരെയും വിശ്വസിക്കില്ല. യെസ് വെരി ഗുഡ്. ഐ വിൽ നോട്ട് ട്രസ്റ്റ് എനിവൺ. കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ.
We are eagerly waiting for you. We are eagerly waiting for your words. I will not spend money for unwanted things. ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് ഞാൻ പൈസ ചിലവഴിക്കില്ല. Yes. Oh, very good decision. അല്പം ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരിക. ആര്? ശരണ്യ. അടുത്ത ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് കൊടുക്കാം. Yes. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് വിട്ടോളൂ. ശരണ്യ. യെസ്, പാർവതി, ആദ്യം ഓക്കെ? Okay, sir. പറഞ്ഞോളൂ. I will not attend the class Monday. യെസ്, അപ്പൊ മൺഡേ എന്ന് പറയുന്നത് തൊട്ട് മുന്നിൽ ഒരു ഓണം കൂടി ചേർത്ത്. ഓൺ മൺഡേ. I will not celebrate Christmas. Yes. I will not go to cinema yesterday. Yesterday എന്നല്ല, tomorrow എന്നാണ്. Yesterday എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയില്ലേ? I will not share my problems anyone. Yes, correct. I will not share my problems with anyone. ഞാൻ ആരുമായിട്ടും എന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യില്ല. Yes, okay. I will not close my personal loan. Yes. That's all. Very good. Okay, Parvati, very good. Yes, Merlin. Aba Sharanya parayunnu, I will not go to my house in this location. Okay. Sharanya, yes, Merlin parayunnu. I will not read new books. I will not read a book. പുസ്തകം ഞാൻ വായിക്കില്ല. Yes, okay. I will not waste my time. Very good. I will not waste my time. Okay, ഞാൻ സമയം വേസ്റ്റ് ആക്കില്ല. I will not overeat next year. Overeat next year. Okay. അടുത്ത വർഷം മുതൽ ഞാൻ അമിതമായിട്ട് ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം എന്തുപോലെ കഴിക്കും? മരുന്ന് പോലെ കഴിക്കും. അല്ലെങ്കിൽ പിന്നീട് മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും. ഓക്കെ, വെരി ഗുഡ്. I will not participate cousin's marriage. I will not participate in the cousin's marriage. Okay. I will not take gold loan. Yes, I will not take gold loan. I will not cook another year. I will not cook Another year. Yes. Okay, next year. Another. I will not lazy next year. I will not be lazy. Be not the initiation be. I will not be lazy from next year. That's all, sir. Very good. Okay. Very good. Then Akiba. Good afternoon, sir. പറഞ്ഞോളൂ അക്കിബ. അതെ, പിന്നെ നമ്മുടെ ശരണ്യ ശരണ്യയുടെ അടുത്ത് വന്നിട്ട് I will not eat പൊറോട്ട. ഞാൻ പൊറോട്ട കഴിക്കില്ല. യെസ്, അതാ വെറൈറ്റി പിടിച്ചോളൂ. ഓക്കെ, ആഷിമ പറഞ്ഞോളൂ. I will not promote bad habits. യെസ്, ഓക്കെ. I will not go out with my family. Yes. I will not go my office tomorrow. Yes, I will not go to office tomorrow. Yes. I will not take photos with my friends. Yes, I will not take photos with my friends. Okay. I will not go to Delhi next month. Yes, okay. I will not cook biryani on Sunday. I will not cook biryani on Sunday.
will not. That's all, sir. Oh, very good, very good. Ashif, correct, very good, very good. Thank you, sir. Charani പറയുന്നു, I will not cheat anyone for anything. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ആരെയും ഞാൻ വഞ്ചിക്കില്ല. ഓ, എത്ര നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണെന്ന് നോക്കിയത് നമ്മുടെ ശരണ്യ. യെസ്, ഓക്കെ ഓക്കെ. ഇലാൻ. ഓക്കെ ശരണ്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇലാൻ. യെസ്. Okay, Sister Daisy Cletus. Yes, sir. Good afternoon. Okay, continue. Today I will not take dinner. Okay, today I will not eat. Now, supper. Okay. I will not sleep this night. Yes. I will not angry with the children. Yes. I will not be angry with children. Okay. I will not go to my house this year. I will not go to my house this year. Okay. Next year, when I will go to my house, I will not skip my mother's food. Okay, okay, okay. Next year, I will go to my mother's house. Okay. I will go to my mother's house. I will not skip her food. Yes. I will not forget Kollam's stunning sunset by the beach. Yes. Okay, sir. Thank you. Okay, very good, very good, very good. Okay, okay, very good. Yes. Sir. Yes, for you. Arena. Tara. Yes, but Situ. I will not eat mutton. Yes, I will not eat mutton. Mutton. Yes. I will not shopping tomorrow. I will not shopping. Shop tomorrow. Shopping I will not go for shopping tomorrow. I will not watch the TV. I will not watch TV. I will not fight with my husband. Yes. I will not hurt anyone. Yes. Okay, sir. Okay, very good, Situ. Very good, very good, very good. Then, yes, near you, Shafina. Oh, Shafina, switch Nikki Maripoino. Yes. Okay. Okay. I mean, I am Korean and no complete. But I'm going to complete simple future in the tense in the simple future in the tense in the negative negative Kuchitana number party what is about other simple future. Yes. I mean, Asha, Harida, Nancy, Shani, Nandini, Prasida, Sweda, Parvati, Sister Daisy, Situ, and Sajivu, our Jivu, our Tiriman, Chain like the Rivan Chitru, okay? So, very good. Level president. Sarania, sorry. Sarania. Paranilla type in. Okay, yes. Sarania. Yes, okay. About simple feature of the marine tense in the negative argument of the example of Sanifica. The last logo where there are the Cheria Chodio Choic, equal Christmas in the vacation day. I would do hangover in the Marriott and Jericho.
ഞാൻ സേഫ് ടു ഈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങളോട്. ചോദിച്ചതാണ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. Now I ask you some other questions. നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ജി എന്നും രണ്ടാമത്തെ ലെറ്റർ ആർ റെഡ്, ജി ഗ്രീൻ, ആർ റെഡ്, ഈ രണ്ട് വാക്കുകളായിരിക്കണം. ബാക്കിയുള്ള വേർഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സൂചിപ്പിക്കാം. നോ പ്രോബ്ലം. ഗെറ്റ് റെഡി. മനസ്സിലായില്ല സാർ. യെസ്. അതായത് നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ജി. ജി എന്നുള്ളത് ഗ്രീൻ എന്ന് ഞാൻ പറഞ്ഞത് ജി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ച് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജി വെച്ചിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞാൽ കേട്ടോ. രണ്ടാമത്തെ ലെറ്റർ ആർ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്. ഒരു മനസ്സിലാവുമ്പോൾ നമ്മളിപ്പോ വയർലെസ്സിലൂടെ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ പറയുള്ളൂ. എ എന്ന് പറയില്ല. എ എന്ന് പറഞ്ഞിട്ട് ആദം എന്ന് പറയും. അപ്പോൾ മനസ്സിലാവും ആദം. അപ്പൊ ഒരു എ ആണ് ആദ്യത്തെ ലെറ്റർ. അതിന്റെ ആ വേർഡ് വെച്ച് തുടങ്ങുന്ന ഒരു വാക്കുകൂടി പറയും. യെസ്. വയർലെസ് മെസ്സേജുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എ ഫോർ ആദം, ബി ഫോർ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബിഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പഠിപ്പിക്കുന്നത്. യെസ്. ചോദ്യം നമ്പർ 1. ബ്ലാക്ക്. A black stick inside a pencil. A black stick inside a pencil. Type ചെയ്താൽ മതി. നന്ദിനി, ഷാനി ഫിറോസ്, മെർലിൻ. നന്ദിനി, ഷാനി ഫിറോസ്, മെർലിൻ അല്ലേ? നിങ്ങൾ എഴുതിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ സഹിച്ചതാണ്. കറക്റ്റ് ആൻസർ ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. ഗ്രാഫൈറ്റ്. യെസ്. അപ്പൊ ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ GR അല്ലേ ആദ്യത്തെ അക്ഷരം? GR. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഹരിത പിടികിടിക്കാണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്. യുവർ പാരന്റ്സ്. പാരന്റ്സ് ഇതിന്റെ അപ്പോസ്ട്രോഫീസ് ഉണ്ട്. പാരന്റ്സ്, പാരന്റ്സ്. യുവർ പാരന്റ്സ്, പാരന്റ്സ്. ഷാനി ഫിറോസ്, ആശ, നന്ദിനി. ഷാനി ഫിറോസ്, ആശ ആൻഡ് നന്ദിനി. യെസ്, കറക്റ്റ് ആൻസർ. അവരെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഗ്രാൻഡ് പാരന്റ്സ് എന്നാണ്. അപ്പൂപ്പൻ. പാരന്റ്സിന്റെ പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ്. യെസ്, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് ശ്രദ്ധിച്ചേക്കല്ലോ. എ ബിൽഡിംഗ് where, WHERE, where you grow your plants. A building where you grow your plants. ഗ്രൗണ്ട് അല്ല, അതിന് വേറൊരു പേരുണ്ട്. വേറൊരു പേരുണ്ട്. എ ബിൽഡിംഗ് വെയർ യു ഗ്രോ യുവർ പ്ലാന്റ്സ്. നിങ്ങൾ അത് അവിടെ നിന്ന് മാറിയിട്ട് ചെടികളൊക്കെ വിൽക്കുന്ന ഒരു നഴ്സറിയിലോട്ട് പോട്ടെ. നിങ്ങളുടെ മനസ്സ് ഗ്രോ ബാഗ് അല്ല, വേറെ പേര് പറയുന്നുണ്ട്. ഗ്രോ ബാഗിലാണ്. ഗ്രോ ബോക്സ്, ഗാർഡൻ, ഒരു നഴ്സറിയിൽ നിങ്ങൾ ചിന്തിക്കും ചെടികൾ വിൽക്കുന്നത്. അവിടെ നിങ്ങൾ കാണുന്ന സാധനം അതിനൊരു പേര് പറയും. എ ബിൽഡിംഗ് അല്ലെങ്കിൽ ഓക്കെ ഷാനി. എ ബിൽഡിംഗ്. താൻസി ഇസ് എ കറക്റ്റ് ആൻസർ. താൻസി, ഇലാൻ, ഹരിത. താൻസി, ഇലാൻ ആൻഡ് ഹരിത അല്ലേ? ഞാൻ പറയാം.
A building where you grow your plants. Yes, നേഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ഒരു പച്ച ഷീറ്റ് കൊണ്ട് ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ ഹൗസ്. ചിലത് ഡയറക്റ്റ് ആയിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ ഗ്രീൻ ഹൗസ് ഷീറ്റ് പോലെ, അതാണ് കേട്ടോ. അടുത്തത് പരിചയമുള്ളതായിരിക്കും. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ പിടികിട്ടിയാൽ മതി. ടു കുക്ക്, COOK, to cook food on a metal bar. To cook food on a metal bar. കഴിച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ടോ? To cook food on a metal bar, BAR. അങ്ങോട്ട് പോലെ ഫാൻസി നിങ്ങള്. യെസ്, നന്ദിനി, വെരി ഗുഡ്. നന്ദിനി, ഹരിത, ശരണ്യ. നന്ദിനി നേരത്തെ വന്നാണല്ല. നന്ദിനി, ഹരിത ആൻഡ് ശരണ്യ. ശരണ്യ വന്നിട്ടില്ല അല്ലെ? യെസ്, നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഒക്കെ പറയാറില്ലേ, ഒരു ബാറിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് അത് വേവിക്കുന്നത്. അതാണ് ടു കുക്ക് ഫുഡ് ഓൺ എ മെറ്റൽ ബാർ. ഒരു മെറ്റൽ കൊണ്ടുള്ള ഒരു ജെല്ല് പോലെ ഇരിക്കുന്ന സംഗതി മുകളിൽ വെച്ച് വേവിക്കുക. ഇതാണ് ഗ്രിൽഡ് ചിക്കൻ. അടുത്തത് എ സ്മോൾ ബോംബ്. ബോംബ് എന്ന് പറഞ്ഞാൽ ബോംബ്, BOMB, ത്രോൺ ബൈ ഹാറ്റ്. എ സ്മോൾ ബോംബ് ത്രോൺ ബൈ ഹാറ്റ്. അതൊരു GK ആണ്. ഇതിന്റെ ഇടയിലൊന്നും കയറി വന്നതാണ്, ക്ഷമിക്കുക. എ സ്മോൾ ബോംബ് ത്രോൺ ബൈ ഹാറ്റ്. ഹരിത, നന്ദിനി, പ്രസീത. ഹരിത, നന്ദിനി ആൻഡ് പ്രസീത. സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ ക്ഷമിച്ചു കേട്ടോ. ഗ്രനേഡ് ആണ് കറക്റ്റ് ആൻസർ. ഗ്രനേഡ് കേട്ടോ, ഗ്രനേഡ്. ഓക്കെ ഓക്കെ. അടുത്ത ഞാൻ ഇംഗ്ലീഷിൽ ഒരു മീനിങ് പറയുന്നു, അതിന്റെ ഒരു വൺ വേർഡ് നിങ്ങൾ പറയാം. ഇംഗ്ലീഷ് മീനിങ് ഇതാണ്: ടു ബിക്കം ഗ്രോ. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ കൈവിട്ട് പോയി. അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ടു ബിക്കം ബിഗർ എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എന്റെ ആൻസർ ആണ് ഗ്രോ. അറിയാണ്ട് ഗ്രോയിലോട്ട് പോയി, അപ്പൊ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. Yes, next question is very simple question. Question is this: opposite of bride, BRID, bride. Nancy, Shani, Sharanya. Nancy, Shani and Sharanya. Yes, correct answer. The answer is groom, GROOM. അടുത്തത്, the unit of weight, WEIGHT, weight. നന്ദിനി, ആശ, ഷാനി. നന്ദിനി, ആശ. ആശയൊക്കെ വന്നിട്ട് ആശമാണ്. ആശ, ഷാനി, ഷാനി ഫിറോസ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. യൂണിറ്റ് ഓഫ് വെയിറ്റ്, that is gram. Very good, very good, very good. അടുത്തത്, ചിത്രകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ, ചിത്രകാരികളുണ്ടെങ്കിൽ പെട്ടെന്ന് പിടികിട്ടി. ചോദ്യം ശ്രദ്ധിച്ചോളൂ. എ കളർ, മഞ്ഞിന്റെ എഫക്റ്റ് ആയിക്കോട്ടെ. എ കളർ ഇൻ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എ കളർ. ഓ, ഷാനി ഫിറോസ്, ഹരിത, ഫാൻസി. ഷാനി ഫിറോസ്, ഹരിത,
സാറ് ഷാനി ഫിറോസ് കഴിഞ്ഞിട്ട് ആശയാണ്. ആശയാണ്. ആശ. ഓക്കെ. ആശ, പിന്നെ തൻസി. യെസ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇലാനാണ്. ഷാനി. ഷാനി പഠിച്ചിട്ടുണ്ട്. യെസ്. സാർ ഞാൻ എന്റെ പേര് പറഞ്ഞില്ല. ഞാൻ ടൈപ്പ് ചെയ്തായിരുന്നു. അല്ല, എന്റെ ആശ പേര് കഴിഞ്ഞിട്ട് ഇലാനാണ്. ഇലാൻ. ഷാനി ഫിറോസ്, ആശ, ഇലാൻ. ഓക്കെ പഠിച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഗ്രേ എന്ന് പറയുന്ന കളർ ഒന്നുകൂടി ലൈറ്റ് ആക്കിയാൽ അതെന്താവും? വൈറ്റ് ആവും. ഒന്നുകൂടി ഡാർക്ക് ആക്കിയാൽ എന്താവും? ബ്ലാക്ക് ആവും. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. ഒരു ചോദ്യം കൂടി ചോദിക്കാം. സിമ്പിൾ ആയ ചോദ്യമാണ്. An insect, INSECT, an insect with long legs, LEGS, that hops. Oh, Nandini, Dancy, Sharanya. Nandini, Dancy, and Sharanya. Yes, very good. Yes. അപ്പോ പോയിന്റ് പറയാം. യെസ്. ഇനി വരുന്ന ചോദ്യം എന്ന് പറയുമ്പോഴേ ഇതിന്ന് മാറും കേട്ടാ, ഡിയിൽ നിന്ന് മാറും. യെസ്. അടുത്ത നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്ററിനോട് ചോദിക്കാം. എഫ് ആയിരിക്കണം. എഫ്. ചോദ്യം ഇതാണ്: ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. ആശ, ഷാനി ഫിറോസ്, ശരണ്യ. ആശ, ഷാനി ഫിറോസ്. നോ സാർ, നന്ദിനിയാണ് കേട്ടോ. ആശ, നന്ദിനി, ഷാനി ഫിറോസ് ആണ്. നന്ദിനി, ആശ, നന്ദിനി, ഷാനി ഫിറോസ്. നന്ദിനി, ഷാനി ഫിറോസ്. ഓക്കെ. യെസ്. അപ്പൊ ഞാൻ പോയിന്റ് പറയാം കേട്ടോ. യെസ്. അപ്പൊ മെർലിൻ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പ്രസീനയ്ക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇലാൻ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ശരണ്യ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി ഹരിത 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. താൻസി 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി അടുത്തത് ആശ. ആശയ്ക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ്. കൂടാതെ 3-ാം സ്ഥാനം ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്. ഷാനി ഫിറോസ് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ 2-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ നന്ദിനിക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ 1-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ പുതുവത്സരാശംസ നേരുകയാണ്. 2026 വിജയമായിട്ട് നിങ്ങൾക്ക് ഓക്കെ. ബൈ. വി വിൽ മീറ്റ് ഇൻ ദ അടുത്ത വർഷം കാണാം. ഓക്കെ. അടുത്ത വർഷം കാണാം. ഓക്കെ. തീർന്നു. Okay, Merlin. Thank you, sir. Okay.